നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വചനം പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് പതാക ഉയർത്തി. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വാർഷിക സമ്മേളനവും കഞ്ഞിവീട്ടൽ ചടങ്ങും നടത്തി. ആലിശ്ശേരി ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ADM ആശാ C. എബ്രഹാം കഞ്ഞിവീട്ടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 600 രൂപയോളം വർദ്ധിച്ച് 55,680 രൂപയാണ് പുതിയ വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടെ ചേരുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവ് ഇനി 60,000 രൂപയോളം നൽകേണ്ടി വരും. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് കിടങ്ങാമ്പറമ്പ് 12A ശാഖയുടെ ആഭിമുഖ്യത്തിൽ പായസ വിതരണം നടത്തി. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി J. ജെമിനി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന വചനം പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് പതാക ഉയർത്തി. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുമ്പിൽ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വചനം പഠിപ്പിച്ച ലോകൈകവന്ദ്യനായ ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കിടങ്ങാമ്പറമ്പ് യൂണിയൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പതാക ഉയർത്തൽ ചടങ്ങ് SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് നിർവഹിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് B. രഘുനാഥ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, യൂണിയൻ കൗൺസിലർമാർ, യൂത്ത് മൂവ്മെന്റ് പ്രതിനിധികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, വനിതാ സംഘം പ്രവർത്തകർ എന്നിവർ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. പതാക ഉയർത്തൽ ചടങ്ങിനെ തുടർന്ന് ഗുരു ഭാഗവത പാരായണം, സമൂഹ പ്രാർത്ഥന എന്നിവയും നടത്തി. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ നേരിട്ടിടപെടുമെന്നും പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമായിട്ടാണ് കാണുന്നത്. ഇവിടെ തന്നെ എടുത്താൽ മറുകരയെത്താൻ ചെറുവള്ളങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ജനതയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. ഇവിടെ അതിന്റെ നാൾ വഴികൾ ഒക്കെ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാട്ടി ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. 57 കോടി രൂപയാണ് ഈ പാലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ സ്പർശിക്കുന്നതായിരിക്കണം വികസനം. അതിനേറ്റവും ഉദാഹരിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇതിന്റെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന്
5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ നിർമ്മിക്കും എന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ലക്ഷ്യം വെച്ചത്. എന്നാൽ 3.25 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനത്തിലേക്ക് നയിക്കുന്നവയാണ് പാലങ്ങൾ. അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനായി എല്ലാ മാസവും പ്രത്യേക യോഗം ചേർന്നുകൊണ്ടാണിത് സാധ്യമായത്. ഭരണാനുമതി ലഭിച്ചവയ്ക്ക് സാങ്കേതികാനുമതി ലഭിക്കാനും സാങ്കേതികാനുമതി ആയവ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും പ്രവൃത്തി ആരംഭിച്ചവ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയതായും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയുടെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളി വിജയകരമായി നടത്താൻ ടൂറിസം വകുപ്പിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന വള്ളംകളി ടൂറിസം വകുപ്പിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുന്നമട ജെട്ടിക്ക് സമീപം നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം, കൗൺസിലർമാരായ G ശ്രീലേഖ, സൗമ്യരാജ്, മുൻ MP TJ ആഞ്ചലോസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ, കിഫ്ബി പ്രോജക്ട് ഡയറക്ടർ M അശോക് കുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു, ടീം ലീഡർ PR മഞ്ജുഷ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. KC വേണുഗോപാൽ MPയുടെ സന്ദേശം യോഗത്തിൽ വായിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വാർഷിക സമ്മേളനവും കഞ്ഞിവീഴ്ത്തൽ ചടങ്ങും നടത്തി. ആലശ്ശേരി ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സലാം MLA ഉദ്ഘാടനം ചെയ്തു. ADM ആശാ C എബ്രഹാം കഞ്ഞിവീഴ്ത്തൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വാർഷിക സമ്മേളനവും കഞ്ഞിവീഴ്ത്തൽ ചടങ്ങും നടത്തി. ആലപ്പുഴ ആലശ്ശേരി വാർഡിൽ ശ്രീ രാമചന്ദ്രവിലാസം ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഘം വാർഷികം അമ്പലപ്പുഴ MLA സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജാതീയമായി പിന്നോക്കാവസ്ഥയുടെ കാരണത്താൽ, വേറെ ഒരു കാരണത്താലുമല്ല, ജാതീയമായി പിന്നോക്കാവസ്ഥയുടെ കാരണത്താൽ ഒരു സമൂഹത്തെ മുഴുവൻ മനുഷ്യരായി പോലും കണക്കാക്കാതെ പിന്തള്ളപ്പെട്ട ഒരു നാട്, ഒരു പൂർവ്വകാലം നമ്മുടെ കേരളത്തിലുണ്ട്. ആ പൂർവ്വകാലം എങ്ങനെ മാറി ഇന്ന് കാണുന്ന പോലെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ നവോത്ഥാന തുടർച്ചയിൽ കേരളത്തിലെ സാമൂഹ്യമായ പ്രസ്ഥാനങ്ങൾ ആ മുദ്രാവാക്യം കൂടുതൽ ശക്തമായി തിളമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ച കാലവും ചരിത്രവും നോക്കിയാൽ കാണാൻ പറ്റും. സംഘം പ്രസിഡന്റ് SD ഹരിലാൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. SNDP അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, കൗൺസിലർ B അജേഷ്, അഡ്വക്കേറ്റ് G മനോജ് കുമാർ, AR രമേശൻ, SD ശാന്തിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംഘം ട്രഷറർ AR രംഗൻ ചടങ്ങിന് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി SM ഹുസൈൻ നന്ദിയും പറഞ്ഞു. സംഘം വാർഷിക സമ്മേളനത്തെ തുടർന്ന് കഞ്ഞിവീഴ്ത്തൽ ചടങ്ങ് നടത്തി. ഡെപ്യൂട്ടി കളക്ടറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ ആശാ C എബ്രഹാം കഞ്ഞിവീഴ്ത്തൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. K സത്യൻ, B ബേബി, സംഘമംഗങ്ങൾ എന്നിവർ കഞ്ഞിവീഴ്ത്തൽ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രദേശത്ത് നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 100 കണക്കിന് ആളുകൾ കഞ്ഞിവീഴ്ത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 600 രൂപയോളം വർദ്ധിച്ച് 55,680 രൂപയാണ് പുതിയ വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി ചേരുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 60,000 രൂപയോളം നൽകേണ്ടി വരും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 600 രൂപയാണ് ശനിയാഴ്ച വർദ്ധിച്ചത്. 55,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 75 രൂപ കൂടി 6,960 രൂപയിലും എത്തി. മെയ് മാസം രേഖപ്പെടുത്തിയ റെക്കോർഡ് വിലയാണ് ശനിയാഴ്ച തിരുത്തിയത്. പവന് 55,120 രൂപയായിരുന്നു അന്ന്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു സ്വർണ്ണവില. പടിപടിയായി ഉയർന്ന സ്വർണ്ണവില തിങ്കളാഴ്ചയാണ് വീണ്ടും 55,000 കടന്നത്.
അമേരിക്ക പലിശ നിരക്ക് കുത്തനെ കുറച്ചതോടെ കുതിച്ചുയരുകയാണ് സ്വർണ്ണവില. US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ 0.5% നിരക്കിളവ് പ്രഖ്യാപിച്ചതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരയുകയായിരുന്നു. പലിശ കുറഞ്ഞ ബാങ്ക് നിക്ഷേപങ്ങൾ അനാകർഷമായതോടെ സ്വർണം സുരക്ഷിതമെന്ന തോന്നലിൽ നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങി കൂട്ടുന്നതും സ്വർണത്തിന്റെ വില കുതിക്കാൻ കാരണമാണ്. പണിക്കൂലിയും GSTയും HUID ചാർജും ഉൾപ്പെടെ 60,000 രൂപയോളം നൽകിയാൽ മാത്രമേ ഉപഭോക്താവിന് 1 പവൻ ആഭരണം വാങ്ങുവാൻ കഴിയൂ. മാത്രമല്ല, ഈ നില തുടർന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ മേഖലയിലെ വിദഗ്ധരും വ്യാപാരികളും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഉത്സവ വിവാഹ പർച്ചേസുകൾ നടത്താനിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വിലക്കയറ്റം. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് കിടങ്ങാമ്പറമ്പ് 12A ശാഖയുടെ ആഭിമുഖ്യത്തിൽ പായസ വിതരണം നടത്തി. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ജെ ജെമിനി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് കിടങ്ങാമ്പറമ്പ് 12A ശാഖയുടെ കീഴിലുള്ള ഗുരുകൃപ മൈക്രോ ഫിനാൻസിന്റെ ആഭിമുഖ്യത്തിൽ പായസ വിതരണം നടത്തി. യൂണിയൻ കൗൺസിലർ PB രാജീവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ജെ ജെമിനി പായസം വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നാരായണ പരമഹംസ മഹാദേവന്റെ 97ാമത് മഹാസമാധി ദിനമാണ് നമ്മൾ ലോകമെമ്പാടും ആചരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ആ സ്മൃതി ഗ്രന്ഥത്തിലൂടെ. അപ്പം അത് എൻ്റെ പ്രിയ സഹോദരങ്ങളും ആത്മസഹോദരങ്ങളും എല്ലാവരും നിത്യേന പാരായണം ചെയ്യുകയും നിത്യേന നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ശ്രമിച്ചുകൊണ്ട് ഇനിയും എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും മഹാഗുരുവിൻ്റെ ആ ഒരു വാക്കുകൾ, ആ വാഗ്ധോരണികൾ ഉയർന്നു പൊങ്ങട്ടെ. ശാഖാ പ്രസിഡന്റ് G മോഹൻദാസ്, സെക്രട്ടറി P ഷാജി, കൺവീനർ PK രവീന്ദ്രൻ, വാർഡ് കൗൺസിലർ R വിനീത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ നിയമനങ്ങൾ അനുവദിക്കാത്തതിനെതിരെ LPSA റാങ്ക് ഹോൾഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ നിയമനങ്ങൾ അനുവദിക്കാത്തതിനെതിരെ LPSA റാങ്ക് ഹോൾഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ B ബിജു ഉദ്ഘാടനം ചെയ്തു. പലവിധ പ്രശ്നങ്ങളുടെ പേരിൽ അധ്യാപകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്, കേരളത്തിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കിയത് കേരളത്തിലെ ഹൈക്കോടതിയാണ്. എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കാതെ പോകുന്നത്. കൃത്യമായി ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. 2023, 24 ജോബ് ഫിക്സേഷൻ റിപ്പോർട്ടുകൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വർഷത്തെയും അതുപോലെ തന്നെയാണ്. ഈ ജോബ് ഫിക്സേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാതെ നിലവിലുള്ള എത്ര വേക്കൻസികളിൽ ഒഴിവുണ്ടായെന്നോ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നത്. ഇതിന് ഗവൺമെന്റിന്റെ എതിർപ്പൊഴി എന്താണെന്നറിയാമോ? താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റിന് ധാരാളം പൈസ. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധി തനുജ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KPSTA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V ശ്രീഹരി, ജോൺ ബ്രിട്ടോ, AHSTA ജില്ലാ പ്രസിഡന്റ് അജു P ബെഞ്ചമിൻ, AHSTA സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. PSC റാങ്ക് ഹോൾഡേഴ്സ് പ്രതിനിധി മനീഷ സ്വാഗതവും മേരി ഹെലൻ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ബീച്ചിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണാത്തതിൽ സഞ്ചാരികൾക്ക് അമർഷം. അവധി ദിനങ്ങളായതിനാൽ തന്നെ നിരവധി പേർ ബീച്ചിലേക്ക് എത്തുന്നുണ്ടെങ്കിലും തെരുവ് നായ്ക്കളുടെ ആക്രമണം ഭയന്ന് വേഗം ബീച്ചിൽ നിന്നും മടങ്ങുന്നതായി വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാത്തതിൽ സഞ്ചാരികൾക്ക് അമർഷം. അവധി ദിനങ്ങളായതിനാൽ തന്നെ നിരവധി പേർ ബീച്ചിലേക്ക് എത്തുന്നുണ്ടെങ്കിലും തെരുവുനായ്ക്കളുടെ ആക്രമണം ഭയന്ന് വേഗം ബീച്ചിൽ നിന്നും മടങ്ങുന്നതായി വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു.
സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന്റെ മറവിലാകപ്പെടുന്ന ബീച്ചിൽ തെരുവ് നായ്ക്കളുടെ അഴിഞ്ഞാട്ടം പതിവാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ബീച്ചിലും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി പേർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. കടിയേറ്റ വിവരം വാർത്തയായതോടെ പന്ത്യംകരണം കുത്തിവയ്പുമായി നഗരസഭ രംഗത്തെത്തിയിരുന്നുവെങ്കിലും പിന്നീട് അതും കടലാസിൽ മാത്രമായി ഒതുങ്ങിയതായി നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. കുടുംബവുമായി സമയം ചിലവഴിക്കാനെത്തുന്ന സഞ്ചാരികളുടെ കൂട്ടത്തിലേക്ക് കൂട്ടമായിട്ടാണ് തെരുവ് നായ്ക്കൾ കുരച്ചടുക്കുന്നത്. നിലവിൽ ബീച്ചിൽ കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ വെളിച്ചമാണ് ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഏക ആശ്വാസം. തെരുവുനായ വിഷയം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് സഞ്ചാരികളും ബീച്ചിലെ വ്യാപാരികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വചനം പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് പതാക ഉയർത്തി. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വാർഷിക സമ്മേളനവും കഞ്ഞിവീഴ്ത്തൽ ചടങ്ങും നടത്തി. ആലിശ്ശേരി ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സലാം MLA ഉദ്ഘാടനം ചെയ്തു. ADM ആശാ സി എബ്രഹാം കഞ്ഞിവീഴ്ത്തൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 600 രൂപയോളം വർദ്ധിച്ച് 55,680 രൂപയാണ് പുതിയ വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടെ ചേരുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവ് ഇനി 60,000 രൂപയോളം നൽകേണ്ടി വരും. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് കിടങ്ങാമ്പറമ്പ് 12A ശാഖയുടെ ആഭിമുഖ്യത്തിൽ പായസ വിതരണം നടത്തി. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി J. ജെമിനി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.